അപ്പൊ രാവിലെ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണം വെക്കുമല്ലേ. ഇപ്പൊ രാവിലെ തന്നെ നേരത്തെ എണീച്ചൊന്ന് അമ്പലത്തിലൊക്കെ പോവാന്ന് വെച്ച് അപ്പോ അമ്പലത്തിൽ കൂട്ടുക. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. വിളക്ക് കിടത്തിട്ട് പോവുക, അല്ലെങ്കിൽ കരിന്തിരി എത്തിപ്പോ. അപ്പൊ അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തിട്ട് അങ്ങോട്ട് എത്തിയിട്ടോ. പിന്നെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ അതേ ഞങ്ങൾക്ക് ശാന്തിയുടെ ഒരു പൂച്ചക്കുട്ടി ഇരിക്കണണ്ടാ. അങ്ങനെ നേരെ അതിനെയും കണ്ട് ഞങ്ങൾ നേരെ വെങ്കടേശ്വര ടെമ്പിളിലേക്ക് അങ്ങോട്ട് പോയി, മന്ദിരം. അപ്പം അവിടെയൊക്കെ നേരെ തൊഴുത് അമ്മയ്ക്ക് അപ്പം അമ്മയുടെ മുമ്പിൽ ലോട്ടറി കൊണ്ടൊരു ചേട്ടൻ നിൽക്കണ്ടാവും. അപ്പോൾ ലോട്ടറിയൊക്കെ അങ്ങ് എടുത്ത് ഇനി അടിച്ചാലോ, ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് വല്ലതൊക്കെ അടിച്ചാൽ കിട്ടി പോയാൽ പോയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ശിവേലി കയറുന്നു. അങ്ങനെ അമ്പലത്തിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പിന്നെ പോയി ചായ കുടിക്കാൻ പോട്ടെ, ചായ. അപ്പം ഞങ്ങൾ തൃപ്പൂണിത്തുറ വന്നതിന് നേരെ ആര്യാസിലാട്ടോ കയറുള്ളൂ. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള അവിടെ കയറി നിന്ന് പൂരി മസാലയും ഒരു ഫിൽട്ടർ കോഫിയും കുടിക്കണം. അപ്പോൾ അങ്ങനെ കുടിച്ച് അങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പം നമുക്കപ്പോൾ കറിവേപ്പില വർക്കിച്ചിരി അപ്പുറത്ത് കിട്ടുന്നതാണ്. നല്ല തോക്ക് വലിച്ച് പറിക്കാം. അപ്പം ആവശ്യമുള്ള പാത്രം പറിച്ചാൽ മതി. വെറുതെ കണ്ടവൻ്റെ വീട്ടിലേക്ക് വേണം അനാവശ്യമായിട്ട് പറിക്കാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം, ആവശ്യമുള്ളത് ചീഞ്ഞു പോണ സാധനമാണ്, ആവശ്യത്തിന് മാത്രം പറിക്കുക അല്ലേടി. ആ അപ്പൊ ഓണായിട്ട് ഇച്ചിരി കറിയൊക്കെ ഉണ്ടാക്കി ചോറും ഉണ്ടാന്ന് അങ്ങോട്ട് വിചാരിച്ചു. അല്ലെങ്കിൽ ഓർഡർ ചെയ്തങ്ങ് വരുത്താന്നാണ്. പിന്നെ 2 പേർക്കുള്ളത് കിട്ടൂല, 5 പേർക്ക് വേണം, 12,000 വേണം. അപ്പൊ ഒരു ഇച്ചിരി സാധനങ്ങൾ മേടിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് അങ്ങോട്ട് വെച്ചു. അപ്പൊ രാവിലെ അതിനുള്ള പരിപാടിയാണ്. ഇപ്പൊ അതേ മോരൂട്ടാൻ റെഡിയാക്കി. ഇത് കടല കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട്. ഇത് കറിവേപ്പില, അപ്പുറത്ത് ഉള്ള കറിവേപ്പില. അപ്പൊ ബാക്കി പരിപാടി വഴി അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ക്യാബേജ് അങ്ങോട്ട് അരിയാം. ഇങ്ങനെ അരിയാൻ ഇഷ്ടമല്ലാത്തവര്, അരിഞ്ഞ് തിന്നാൻ ഇഷ്ടമല്ലാത്തവര് കത്തി വെച്ച് അരിഞ്ഞോട്ടെ. പ്രത്യേകിച്ച് മുരിങ്ങാക്കായ് വേണം, ക്യാരറ്റ് വേണം, ഇത് കോവയ്ക്ക വേണം, ചേന വേണം, വെള്ളരിക്ക വേണം, അച്ചിങ്ങ വേണം, അച്ചിങ്ങ പയറ് വേണം. ആ ഇത്രയും സാധനം നീളത്തിൽ അരിഞ്ഞെടുക്കണം. അറിയോ നീളത്തിൽ അരിഞ്ഞ? എനിക്കറിയില്ല. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വേണ്ടേ? അപ്പൊ പായസത്തില് ഇവരുടെയൊക്കെ വിചാരം നമുക്കൊന്നും അറിയില്ല. ലാസ്റ്റ് ഉലുവയും കടുകും താളിച്ചിടും. ഇവരുടെയൊക്കെ വിചാരം നമുക്കൊന്നും അറിയില്ല. നമ്മൾ വെറും കണ്ണം പൊട്ടൊക്കെ കണ്ണുവട്ടന്മാരാന്ന് വിചാരിച്ചു. അരിയാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അരിഞ്ഞങ്ങനെ തുടങ്ങുക. അപ്പൊ ഇതൊക്കെ അരിഞ്ഞ് തീർത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ അവിയിലുള്ള സാധനങ്ങളൊക്കെ കയറ്റി വെച്ചോണ്ട് ഇപ്പുറത്ത് കടുക് പൊട്ടിച്ച് കൂട്ടുകറിക്കുള്ള പരിപാടിയാണ്. അപ്പൊ സാമ്പാർ ഇവിടെ പകുതി ആയിട്ടുണ്ട്. ഇനി കടുക് കളിച്ച് കറിവേപ്പില ഇട്ട് പൊരിച്ചടിക്ക് വെച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ഒരാൾ സാമ്പാർ ഉണ്ടാക്കിയതാ. സാമ്പാറിൽ ഇട്ടേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് സാമ്പാർ കടുകും താളിച്ച് അടപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി പരിപാടി ചെയ്തോണ്ടിരിക്കുക. മറന്നുപോയി വെണ്ടയ്ക്ക്. താക്കോല് എവിടെ പോയാലും എറണാകുളത്ത് പോയിട്ട് താക്കോല് വണ്ടിയിൽ വെച്ചിട്ട് പോയി. എന്നാ ഇവിടെ പോയിട്ട് വിസ്മി എവിടെ വിസ്മിയിൽ പോയിട്ട് അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ട് താക്കോല് അതിനകത്ത് തന്നെ വെച്ചിട്ട് പോന്നു. എന്നിട്ട് പിന്നെ വിസ്മിയിൽ തന്നിട്ട് ഈ താക്കോലെവിടെ പറഞ്ഞു. എന്നിട്ട് പിന്നെ തിരിച്ച് അവിടെ പോയപ്പോ അവിടെ കിടക്കുന്നത്. അതുകൂടാതെ എവിടെ പോയാലും വണ്ടിയുടെ അകത്ത് വെച്ചിട്ട് വരും താക്കോല. അന്ന് എന്നെയാണ് കുറ്റം പറയാം. ആൾക്കാരെടുത്തോണ്ട് പോകും വണ്ടി. പിന്നെ ആ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാ അതിനൊന്നും കിട്ടൂലോ. ഒന്നും കിട്ടൂല എന്നൊക്കെ പറയും എല്ലാവരും. അപ്പൊ ബാക്കി എല്ലാ പരിപാടിയും തീർത്തിട്ട് നമുക്ക് അങ്ങോട്ട് കാണാം. ഇനി കുറച്ച് ഇച്ചിരി പണികളുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കറികളൊക്കെ എടുത്ത് വെച്ച് തിന്നാൻ അങ്ങോട്ട് തുടങ്ങാം. ഓണസദ്യ ഞങ്ങൾ കഴിക്കുമല്ലേ? ഇല്ലേ?
മാറ്റിയിട്ട് കൊടുക്കും. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് ഇനി അങ്ങോട്ട് ചോറ് അങ്ങോട്ട് ഉണ്ണുവാണ്. അപ്പോൾ ഓണസദ്യ ഉണ്ണുക. അപ്പം ഞാനും പോയി തിന്നട്ടെ, എനിക്ക് തിന്നിട്ട് കൊതിയാവുന്നുണ്ട്. അപ്പം ഞാനും പോയി പായസമൊക്കെ കൂടി, പായസമൊക്കെ ഉണ്ട് കേട്ടാ, പായസം പപ്പടമൊക്കെ കൂടി ചോറിനിട്ട്. അപ്പം ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ. ഹാപ്പി ഓണം. അപ്പോൾ ഒരുത്തി അവസാനമാണ് ഞങ്ങൾ ചോറുണ്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരുത്തി വന്നത്. അവൾക്ക് കൊടുക്കാന്നൊക്കെ ഓർത്തിരുന്നത്. അപ്പോൾ ആശാത്തി വിട്ടടിച്ച് പോയി. അപ്പോൾ അവക്കുള്ള ഓണസദ്യയാണിത്. എടി പെണ്ണേ പെണ്ണേ ബാ നാ നാ പായസം പായസം. എന്നിട്ട് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.